വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 35-ാം തിരുവചനം. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുവെങ്കിൽ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. സുവിശേഷങ്ങളിലെ നല്ല സമരിയാക്കാരന്റെ നിഷ്കളങ്കമായ ഒരു മനോഭാവം എടുത്തു കാണിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപരിചിതനായ ഒരാളെ തനിക്ക് കഴിയും വിധം ശുശ്രൂഷിച്ചതിന് ശേഷവും വീണ്ടും തിരിച്ചു വന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊള്ളാമെന്ന് തീരുമാനമെടുത്ത ഒരു സമരിയാക്കാരൻ. ജീവിതത്തിന്റെ പല തുറകളിലും മുറിവേറ്റ ഒരുപാട് ആത്മാക്കളെ വച്ചുകെട്ടാൻ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും അവരിലോട്ട് തിരിച്ചു ചെന്ന് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് ഞാൻ തിരക്കാറുണ്ടോ? ആ വ്യക്തികളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയും ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടോ? അതോ ജീവിതത്തിലെ പല തിരക്കുകളിലും പെട്ട് നാം അവരെ മറന്നുപോയോ? വിളവെടുപ്പിന് വരുന്ന യജമാനൻ ഒറ്റ നാണയം ലഭിച്ച ഭൃത്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് ആ നാണയം പണമിടപാടുകാരെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നില്ലേ? ആ ചോദ്യം ഇന്ന് ഈശോ നമ്മോട് ചോദിച്ചാൽ നമുക്ക് അത് താങ്ങാനാകുമോ? ഒരു തിരിച്ചുപോക്കിനുള്ള സമയമായി. എന്നെ വരമേൽപ്പിച്ച ആത്മാക്കളെ വീണ്ടും കണ്ടെത്തുവാനുള്ള മനോഹരമായ ഒരു തിരിച്ചുപോക്ക്.